ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? ഹെൽപ്പ് മീ ലോടുന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബെൻസി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അധികം എണ്ണയില്ലാത്ത നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷുമായിട്ടാണ്. ഞാൻ നേരത്തെ ഒരു വീഡിയോ ഇട്ടിരുന്നു ഫ്രൈ ചെയ്തെടുത്തത്. അതിൽ യൂസ് ചെയ്തിരിക്കുന്ന സെയിം ഫില്ലിംഗ് ആണ് ഇതിലും യൂസ് ചെയ്തിരിക്കുന്നത്. ആ വീഡിയോ കാണാത്തവർക്ക് വേണ്ടി ഇതിലും ഞാനത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചിട്ടുണ്ടേ. അപ്പം ഞാനിവിടെ ചപ്പാത്തിക്കുള്ള മാവ് കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇത് കുഴച്ച് വെച്ചതിന് ശേഷമാണ് നമ്മൾ ആ ബാക്കി കാര്യങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ മാവ് നന്നായിട്ട് സോഫ്റ്റും ആവും അത്രയും സമയം കൊണ്ട്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഇത് ചപ്പാത്തിക്ക് കുഴച്ച് സാധാ ചപ്പാത്തിക്ക് കുഴക്കുന്ന കണക്ക് തന്നെ വെള്ളം മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. അതിനുവേണ്ടി ഞാനിവിടെ കുറച്ച് സോയാ ചങ്ക്സ് ഒരു അരമണിക്കൂർ സാധാ വെള്ളത്തിൽ കുതിർത്ത് നന്നായിട്ട് പിഴിഞ്ഞെടുത്ത ശേഷം 2-3 വെള്ളത്തിൽ കഴുകി നന്നായിട്ട് പിഴിഞ്ഞെടുത്ത് വെച്ചിരിക്കുന്ന സോയയാണിത്. അതിൻ്റെ ആ പത പോണം, അതുപോലെ കഴുകിയെടുക്കണം. ഇനി പെട്ടെന്ന് എടുക്കാനാണെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഒരു 2-3 മിനിറ്റ് നല്ല ചൂട് വെള്ളത്തിലിട്ടൊന്ന് തിളപ്പിച്ച ശേഷം ഇതുപോലെ കഴുകിയെടുത്താലും മതി. അപ്പോൾ ഇത് നിങ്ങൾക്ക് എത്രയും വേണോ അത്രയും എടുക്കാം. അങ്ങനെ പറയാൻ റീസൺ എന്താണെന്ന് മുമ്പോട്ടുള്ള പ്രോസസ്സിൽ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഇനി നമുക്കിത് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കണം. ഞാൻ നേരത്തെ ഒരു വീഡിയോ ഇട്ടിരുന്നു സോയ ചങ്ക്സിന്റെ ബജിയ. ആ സെയിം മെത്തേഡാണ് ഇതിനകത്തും നമ്മൾ ചെയ്യുന്നത്. നന്നായിട്ടങ്ങ് കുഴഞ്ഞു പോണ്ട, ഒന്ന് ചതച്ചെടുത്താൽ മതി. നന്നായിട്ട് ചതച്ചെടുത്തു ഇങ്ങനെ പിച്ചി പിച്ചി കിടക്കുന്ന പരുവം. അപ്പോൾ ഇതിന് പകരം നിങ്ങൾക്ക് ചിക്കൻ വേണമെങ്കിൽ എടുക്കാം, ബീഫ് എടുക്കാം, മട്ടൺ എടുക്കാം, പനീർ എടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ എടുത്ത് ഇങ്ങനെ ഈ സെയിം മെത്തേഡിൽ ചെയ്യാമേ. ഇനി അതല്ല കുറച്ച് ചിക്കനും ഒക്കെ ഉണ്ടെങ്കിൽ ഇതിനകത്ത് വേണമെങ്കിൽ ഇതേ സോയയുടെ കൂടെ ആഡ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പൊ ഞാൻ ഈ ഒരു മെത്തേഡ് കാണിക്കുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇതിനെ മാറ്റം വരുത്താമേ. ഇനി നമുക്ക് പാൻ വെച്ച ശേഷം കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങൾ യൂസ് ചെയ്യുന്ന എണ്ണ ഏതാണെന്ന് വെച്ചാൽ എടുക്കാം. അപ്പൊ എണ്ണ ഒരു 2-3 ടേബിൾ സ്പൂൺ, 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി, 1.5 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചതോ പേസ്റ്റോ എന്ത് വേണേലും ചേർക്കാം. കുറച്ച് കറിവേപ്പില, മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയിലയും ഇടാം. അപ്പോൾ ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ഞാൻ മീഡിയം സൈസ് 2 സവാള എടുത്തിട്ടുണ്ട്. ഇതൊന്ന് വഴളട്ടെ. സവാള ഇട്ടിട്ടൊരു 4-5 മിനിറ്റ് വഴണ്ടു. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന സോയ ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ ലഗേജിനനുസരിച്ച് നിങ്ങൾക്ക് എണ്ണ വേണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ഒഴിച്ചു കൊടുക്കാം. കാരണം ഇത് നന്നായിട്ടൊന്ന് വേവണം. അപ്പൊ തീ ഞാൻ തീരെ കുറച്ചായിട്ടേക്കുന്നേ. ഈ സോയ നന്നായിട്ടൊന്ന് വെന്തൊന്ന് നല്ല ഫ്രൈ പോലെ ആവട്ടെ. അടച്ചു വെച്ചൊന്നും വേവിക്കണ്ട, ഇങ്ങനെ കിടന്ന് ആയാൽ മതി. നമ്മൾ മെഴുക്കുരട്ടിക്കൊക്കെ എങ്ങനെയാ ചെയ്യുന്നേ അതുപോലെ. അപ്പോൾ ഒരു 4-5 മിനിറ്റ് ഇങ്ങനെ ചെറുതീയിൽ എണ്ണ കിടന്ന് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് നന്നായിട്ട് ആ എണ്ണയുമായിട്ടൊക്കെ ഒന്ന് പിടിക്കട്ടെ. ഇനി ഞാനിതിലേക്ക് കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിടണം. പിന്നെ നിങ്ങൾക്ക് ആവശ്യത്തിന് ക്യാപ്സിക്കം, കുറച്ച് ക്യാബേജ്. അപ്പോൾ ഈ വെജിറ്റബിൾസ് ഒക്കെ ഞാൻ ഇട്ടത് എൻ്റെ കയ്യിലുള്ളത് കൊണ്ടാണ്. ഉണ്ടെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത്. ഇത് ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നവും ഇല്ല. ഈ സോയ മാത്രം ഇട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്താൽ മതി. അതും നല്ല ടേസ്റ്റിയാണ്. സോയയും സവാള വേണം കേട്ടോ, അത് നിർബന്ധമാണ്. പിന്നെ ഇത് കൂടാതെ നിങ്ങളുടെ കയ്യിൽ വേറെ വെജിറ്റബിൾസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഇതിൽ ചേർക്കാൻ പറ്റുന്നതാണെങ്കിൽ ഗ്രേറ്റ് ചെയ്ത് ചേർക്കാം. പിന്നെ പച്ച ഗ്രീൻ പീസ് കിട്ടും. ഉണക്ക ഗ്രീൻ പീസ് അല്ല, പച്ച ഗ്രീൻ പീസ് പല വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. അത് വേണമെങ്കിൽ അത് ചേർക്കാം. ഉരുളൻകിഴങ്ങ് വേണമെന്നുണ്ടെങ്കിൽ പുഴുങ്ങി അത് ചേർക്കാം. നിങ്ങൾക്ക് ഏതൊക്കെ രീതിയിൽ ഇതിനകത്ത് ആഡ് ചെയ്യാമോ അതൊക്കെ ചെയ്യാം. അപ്പോൾ ഈ വെജിറ്റബിൾസ് ഒന്ന് വഴളണം നന്നായിട്ട്. ഇനി ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. സവാള വഴറ്റിയപ്പോഴും ഉപ്പ് ചേർത്തായിരുന്നു. ഈ വെജിറ്റബിൾസ് ഒക്കെ ഇട്ടിട്ട് ഏകദേശം ഒരു 2 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്ക് മസാല ചേർക്കണം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, മുളക് പൊടി എരി അനുസരിച്ച് ചേർക്കാം. നിങ്ങൾക്ക് പച്ചമുളക് വേണമെന്നുണ്ടെങ്കിൽ അതും ചേർക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. മുളക് പൊടി നിങ്ങളുടെ എരി അനുസരിച്ച് ഞാൻ പറഞ്ഞ കണക്കൊന്ന് നോക്കണ്ട. 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ചെറിയ ജീരകം നല്ല ജീരകം വറുത്ത് പൊടിച്ചത് 1/2 ടീസ്പൂൺ. മുളക് പൊടിക്ക് പകരം വേണമെങ്കിൽ കുരുമുളക് പൊടിയും ചേർക്കാം. 1 ടീസ്പൂൺ ഗരം മസാലയ്ക്ക് പകരം ചിക്കൻ മസാല ചേർക്കാം, മീറ്റ് മസാല ചേർക്കാം. ഇനി ഒരു ബിരിയാണി ടേസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ബിരിയാണി മസാലയും ചേർക്കാം. അപ്പോൾ ഗരം മസാല നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ഇട്ടോണേ. ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് ആ മസാലയുടെ പച്ചമണവും ഒക്കെ ഒന്ന് മാറണം. മസാലയും വെജിറ്റബിൾസും എല്ലാം നല്ല പരുവമായി. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു മുട്ട പുഴുങ്ങി പൊടിച്ചെടുത്തതാണ്. ഇത് മുട്ട നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ വേണമെങ്കിൽ ചേർക്കാം. ഇനി മുട്ട ഇഷ്ടമല്ലാത്തവരാണെങ്കിൽ അവോയ്ഡ് ചെയ്യാം. പനീർ ഉണ്ടെങ്കിൽ പനീർ ഗ്രേറ്റ് ചെയ്തിടാം. അപ്പോൾ നമ്മുടെ മിക്സ്
ബേസ് റെഡിയായി. ഞാൻ തീ ഓഫ് ചെയ്യുന്നു. ഇനി ഇത് ഇത്തിരി ഒന്ന് തണുക്കട്ടെ, അതിനുശേഷം ബാക്കി കാര്യങ്ങൾ ചെയ്യാം. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ചപ്പാത്തിക്ക് പരത്തുന്നത് പോലെ പരത്തിയെടുക്കണം. ഒത്തിരി വലിയതായിട്ട് വേണ്ട, ഒരു മീഡിയം സൈസ് മതി. അതുപോലെ ഫില്ലിങ്ങും ഒത്തിരി വെക്കണ്ട. ഇത് നമുക്ക് പല രീതിയിൽ ചെയ്യാം. ഞാനിപ്പോൾ ചെയ്യുന്നത് ഒരു ചപ്പാത്തിയുടെ മുകളിൽ ഒരു ചപ്പാത്തി വെച്ചിട്ടാണ്. അല്ലാതെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പകുതി വരെ മസാല ചെയ്തിട്ട് ഇങ്ങനെ മടക്കി വെച്ച് വേണമെങ്കിലും ചെയ്യാം. നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ഉണ്ടാക്കാം. മസാല വെച്ച ശേഷം മറ്റൊരു ചപ്പാത്തി മുകളിൽ വെച്ച് ഇങ്ങനെ സൈഡ് നല്ലതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കണം. അത് പൊട്ടിപ്പോവരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഒട്ടുന്നില്ല എങ്കിൽ ആദ്യം ചപ്പാത്തി വെച്ചിട്ട് സൈഡിൽ ലേശം വെള്ളം പുരട്ടിയ ശേഷം മസാല വെക്കാം. അതിനുശേഷം മറ്റേ ചപ്പാത്തി മുകളിലോട്ട് വെച്ചിട്ട് ആ സൈഡ് ഒട്ടിച്ചു കൊടുക്കുമ്പോൾ നന്നായിട്ട് ഒട്ടിക്കിട്ടും. ഇത് നന്നായിട്ട് എണ്ണ ഒഴിച്ചും ചെയ്യാം, എണ്ണ ഇല്ലാതെയും ചെയ്യാം. ഞാൻ ലേശം എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇച്ചിരി എണ്ണ കൂട്ടിയെടുത്ത് നമ്മൾ ചെയ്യുവാണെങ്കിൽ നല്ലൊരു പൂരിയുടെ ടേസ്റ്റ് കിട്ടുമേ. അതിനുശേഷം സാധാ ചപ്പാത്തി ചുട്ടെടുക്കുന്നത് കണക്ക് തിരിച്ചും മറിച്ചും ഇട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം. തീ കൂട്ടിയിട്ട് കരിച്ച് കളയല്ലേ. നമുക്ക് മീഡിയം തീയിലിട്ട് ആ ചപ്പാത്തി നന്നായിട്ട് വേവണം. നമ്മുടെ അകത്തെ മസാലയൊക്കെ നന്നായിട്ട് വെന്തതാ, അധികം സമയം എടുക്കില്ല ഇത് റെഡിയാവാൻ. വേണമെന്നുണ്ടെങ്കിൽ മുകളിലും എണ്ണ തളിച്ചു കൊടുക്കാം. അടിഭാഗം വെന്ത് തുടങ്ങുമ്പോൾ മറിച്ചിട്ട് സാധാ ചപ്പാത്തി ചുട്ടെടുക്കുന്ന കണക്ക് വേവിച്ചെടുക്കണം. നമ്മുടെ ഈസി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ചപ്പാത്തി റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതിന് വേറെ കൂട്ടാൻ്റെ ആവശ്യമൊന്നുമില്ല. തൈര് കൂട്ടി വേണമെങ്കിൽ കഴിക്കാം, മയോണൈസ് എടുക്കാം, ടൊമാറ്റോ സോസ് എടുക്കാം, ഇതൊന്നും ഇല്ലാതെയും കഴിക്കാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ല്. വീണ്ടും പുതിയ വീഡിയോയുമായിട്ട് വരാം. ടിൽ ദെൻ ബൈ, ഗോഡ് ബ്ലെസ് യു.